നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഗ്ലോബ് സോക്കർ അവാർഡ് ദാന ചടങ്ങ് ദുബായിൽ പുരോഗമിക്കുകയാണ്. ആ അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് ലാലിഗ അവാർഡുകൾ 2024-25 സീസണിൻ്റെ ലാലിഗ അവാർഡുകളും സമ്മാനിച്ചു. ബാഴ്സലോണ അവാർഡുകൾ വാരിക്കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൽ ഇപ്പോൾ ബെസ്റ്റ് കോച്ച് അവാർഡ്, ലാലിഗ അവാർഡ്സ് 2024-25 ബെസ്റ്റ് കോച്ച് അവാർഡ് ഹൻസി ഫ്ലിക്ക് സ്വന്തമാക്കുമ്പോൾ ബെസ്റ്റ് പ്ലെയർ അവാർഡ് 2024-25 ലാലിഗയിലെ മികച്ച താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് റാഫീഞ്ഞക്കാണ്. ലാലിഗ അവാർഡ്സിൽ ബെസ്റ്റ് അണ്ടർ 23 പ്ലെയർ അവാർഡ് ലാമിനെ യമാലാണ് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ ഗ്ലോബ് സോക്കർ അവാർഡ്സിൽ ബാഴ്സലോണയുടെ ടീമുകൾ ഇപ്പോൾ അവാർഡുകൾ സ്വന്തമാക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോഗ്രാം അവിടെ ഇപ്പം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഐതാന ബൊൻമാറ്റിയാണ് ബെസ്റ്റ് വിമൻസ് പ്ലെയർ അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. അത് ലാലിഗ അവാർഡല്ല, അത് മെയിൻ അവാർഡാണ്, അതായത് ഗ്ലോബ് സോക്കർ അവാർഡാണ്. അതിൽ ബെസ്റ്റ് വിമൻസ് പ്ലെയർ അവാർഡ് ഐതാന ബൊൻമാറ്റി സ്വന്തമാക്കുന്നതും ബാഴ്സ ഫെമിനിയാണ് ബെസ്റ്റ് വിമൻസ് ക്ലബ്ബ് അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നാലും അവാർഡ് ലഭിച്ച ലാമിനെ യമാൽ അത് ആൻഡ്രേ ഇനിയസ്റ്റയിൽ നിന്നാണ് അദ്ദേഹം നേടിയത്. അതായത് ബെസ്റ്റ് അണ്ടർ 23 പ്ലെയർ, ലാലിഗയിലെ ബെസ്റ്റ് അണ്ടർ 23 പ്ലെയർ പുരസ്കാരം. അത് വാങ്ങിക്കൊണ്ട് ലാമിനെ യമാൽ പറഞ്ഞത്, തീർച്ചയായിട്ടും ഈ അവാർഡ് ആൻഡ്രേ ഇനിയസ്റ്റയിൽ നിന്ന് വാങ്ങുന്ന ഒരു വലിയ ഹോണറായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് യമാൽ പറഞ്ഞപ്പോൾ ഇനിയസ്റ്റയുടെ മറുപടി, തീർച്ചയായിട്ടും ലാമിനെ യമാലിൻ്റെ കളി കാണുന്നത് അതൊരു ആബ്സല്യൂട്ട് ജോയിയാണ്. ബാഴ്സലോണക്കും സ്പെയിനിനും വലിയ ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ റാഫീഞ്ഞ, അദ്ദേഹത്തിന് ലാലിഗയിലെ ബെസ്റ്റ് പ്ലെയർ അവാർഡ് ലഭിച്ചതിൽ അദ്ദേഹം പ്രതികരിക്കുന്നത്, തീർച്ചയായിട്ടും ഈ ഒരു അവാർഡ് ബെസ്റ്റ് ലാലിഗ പ്ലെയർ അവാർഡ് കിട്ടിയത് ഒരു ആദരമായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടീമാണ് എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.